ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാജു, നീ ഇനി എന്റെ മകളെ ആവശ്യമില്ലാതെ കാണാനോ സംസാരിക്കാനോ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇങ്ങനെ നിനക്ക് പോവാം. ഞാൻ നിന്നെയാണോ വിളിച്ചേ? ഇവനെയല്ലേ? എന്താ സാർ? രാജു, ഇവളുടെ എന്തെങ്കിലും വസ്തുക്കൾ നിന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അതിവിടേക്ക് നിനക്കെത്തിക്കായിരുന്നില്ലേ? നീ എന്തിനാ ഇവിടെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയത്? വർമ്മ സാർ, അത് രാജു അല്ല എന്നെ രാജുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എങ്ങനെ? ഞാനൊരു ടാക്സി വിളിച്ച രാജുവിന്റെ വീട്ടിലേക്ക്. എങ്കിൽ അതുപോലെ തന്നെ ഒരു ടാക്സി പിടിച്ച് നിനക്ക് തിരിച്ചു വരാൻ പാടില്ലായിരുന്നോ? നീ എന്തിനാ ഇവന്റെ കൂടെ ഇവന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് വന്നത്? വർമ്മ സാറേ, ഋതിക മാഡം തനിയെ വരാൻ പുറപ്പെട്ടതാ. അപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഋതിക മാഡത്തെ വീട്ടിൽ കൊണ്ടാക്കാൻ. അവര് നിർബന്ധിച്ചപ്പോ അച്ഛാ, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. രാജു സർ, പഴയതുപോലെയല്ല. നാവിന് ലൈസൻസ് ഇല്ലാത്ത ആളുകളാ. അവര് ഓരോ കഥകള് വെറുതെ മെനഞ്ഞെടുത്ത അത് അഫക്ട് ചെയ്യുന്നത് എന്റെ മകളുടെ ജീവിതത്തെ ആയിരിക്കും. ഇങ്ങനെയൊന്നും പറഞ്ഞാലേ അവന് മനസ്സിലാവില്ല പ്രതാപ. ചേച്ചി, ഞാൻ പറഞ്ഞോളാം. രാജു, നീ ഇനി എന്റെ മകളെ ആവശ്യമില്ലാതെ കാണാനോ സംസാരിക്കാനോ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇങ്ങനെ നിനക്ക് പോവാം. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കേറിപ്പൊടി. പ്രതാപ, ദീപകിന്റെയും ഋതികയുടെയും വിവാഹത്തിന്റെ തീയതി വേഗം തീരുമാനിക്കണം. ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാനൊരു ജോത്സ്യരെ വിളിച്ചു വരുത്താൻ പോവാ. നീ വാ മോനെ. ചേട്ടാ, നീ എവിടെ നിന്നേ? എന്താച്ചാ? ആൺമക്കള് തോളോടൊപ്പം വളർന്നു കഴിഞ്ഞാ പിന്നെ അച്ഛനായല്ല സുഹൃത്തായേ അവരോട് പെരുമാറാൻ പാടുള്ളൂ എന്ന് എന്റെ അച്ഛൻ ഇന്ന് കണ്ടുപഠിച്ച് മനസ്സിലാക്കിയ ആളാ ഞാൻ. പക്ഷേ ആ അച്ഛന്റെ കൂടെ അധികകാലം ജീവിക്കാൻ എനിക്കായില്ല. അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. എന്റെ തോളോടൊപ്പം വളർന്ന നിന്നെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛൻ എന്നോടെങ്ങനെയാ പെരുമാറിയതെന്ന് ഓർമ്മ വരും. ഇത്രയും നാളും ഞാനെങ്ങനെയാ നിന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ ഞാനിന്നുവരെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ രാജു? ഇല്ലച്ചാ, ഒരിക്കലുമില്ല. പക്ഷെ നീ ഋതിക മാഡത്തോട് ചെയ്തോർക്കുമ്പോ കാവിൽ വെച്ച് നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും
എന്റെ മനസ്സിലേക്ക് വരുമ്പോ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നാ മോനെ. നിന്നെ തല്ലണമെന്നും ചീത്ത പറയണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. എന്തിനാ വേണുവേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ പറയട്ടമേ. അച്ഛനെങ്കിലും മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കട്ടെ. ഇല്ല മോനെ, ഈ അച്ഛന്റെ മനസ്സിൽ തന്നിരിക്കുന്ന ഈ ഭാരം അങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ആ പെൺകുട്ടിയെ ഓർത്ത് എന്റെ ഉള്ളു നീറുക. മതി വേണുവേട്ടാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതവന് വിഷമാവും. വിഷമോ? ഇവനോ? ഇല്ല രാധേ, നമ്മുടെ മകന് ഇതൊന്നും കേട്ടാ വിഷമമുണ്ടാവുന്ന എനിക്ക് തോന്നണില്ല. കുറച്ചെങ്കിലും അലിവുള്ള മനസ്സായിരുന്നു നമ്മുടെ മകനെങ്കിൽ അവൻ ആ പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. വേണുവേട്ടാ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെടി. രാജു, എല്ലാത്തിനും നിനക്ക് നിന്റേതായ 1000 ന്യായങ്ങൾ മനസ്സിലുണ്ടാവും. പക്ഷെ നീ ഓർത്തോ, നീ ചെയ്തത് തെറ്റാണ്. ഹൃതിക മാഡത്തോട് നീ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. എല്ലാം തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാവുമ്പോ ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇന്ന് ഈ കുടുംബത്തിൽ വീണ ഹൃതിക മാഡത്തിന്റെ കണ്ണുനീരിന് നീ കണക്ക് പറയേണ്ടി വരും മോനെ. നീ കണക്ക് പറയേണ്ടി വരും. ഇത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞ അത് ശരിയാവില്ല. ഇത് ഋത്തികമ്മയുടെ തന്നെ കൊണ്ടുപോയി കളയണം. അതിനുശേഷം എന്നെയും ഋതികമ്മയുടെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റണം. മോനെ, നീ കരയുവാണോ? ഇല്ലമ്മേ,